പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കോളേജിൽ പഠിക്കുന്ന ചില യുവജനങ്ങളെങ്കിലും ജീവിതത്തിലെ മാറ്റാൻ പറ്റാത്ത കുറവായി മോശം വീഡിയോകൾ കാണുന്ന കാര്യത്തെക്കുറിച്ച് പങ്കുവെക്കാറുണ്ട്. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും ഒരു കുടുംബത്തെ ഞാൻ മാറ്റുവാനിടയായ ഒരു സംഭവം അവർക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. ഇങ്ങനെയുള്ള മക്കൾക്ക് ഒരുപക്ഷെ ആ ജീവിതത്തിലെ ഒരിക്കലും മാറ്റാൻ പറ്റുകയില്ലെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു കുടുംബം, ആ കുടുംബത്തിലൊരു മകൻ മാറിയ ഉദാഹരണം പങ്കുവെക്കാം. ആ മകൻ ഇങ്ങനെ മോശം കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ അവൻ്റെ സ്വന്തം അമ്മ അത് കണ്ടുപിടിച്ചു. ആ അമ്മ ഒന്നും പറയാതെ അന്നങ്ങോട്ട് മാറിപ്പോയി. പിന്നീട് പിറ്റേ ദിവസം ആ അമ്മ മകനെ അടുത്ത് വിളിച്ചിട്ട് സ്വന്തം മകനോട് പറയുകയാണ്, മകനെ, നീ ഇന്നലെ മോശം കണ്ടത് എൻ്റെ കണ്ണിൽ പെട്ടു. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ നിന്നോട് പറയുകയാണ്, നീ എൻ്റെ ഉദരത്തിൽ വളർന്ന മകനാണ്. നിനക്ക് ജന്മം നൽകിയത് ഞാനാണ്. എൻ്റെ ഉദരത്തിലൂടെയാണ് നീ പുറത്തേക്ക് വന്നത്. എനിക്കില്ലാത്തതൊന്നും മറ്റൊരു സ്ത്രീകൾക്കും ഇല്ല. അവർക്കുള്ളത് മാത്രമേ എനിക്കുമുള്ളൂ, അല്ലെങ്കിൽ എനിക്കും അവർക്കുമെല്ലാം ഒരേ കാര്യമാണുള്ളത്. പിന്നെ നീ എന്തിനാണ് മറ്റുള്ള സ്ത്രീകളുടെ നഗ്നത അത് കാണുവാൻ ആഗ്രഹിക്കുക? നിന്റെ അമ്മയ്ക്കില്ലാത്തതൊന്നും അവർക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്, ഈ ഒരു സുഹൃദൈവം നീ അഭ്യസിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഒരിക്കലും ഈ വേണ്ടാത്തിലേക്ക് പോവില്ല. അവൻ്റെ ചങ്കിൽ കൊണ്ടു, അതവന് ബോധ്യമായി. പിന്നീട് ഒരിക്കലും അവന് ഈ വേണ്ടാത്തത് കാണാൻ ശ്രദ്ധിച്ചിട്ടില്ല. അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ അവൻ്റെ അമ്മ പറഞ്ഞത് ഓർക്കും, അവൻ്റെ സ്വന്തം പെറ്റ അമ്മയ്ക്കില്ലാത്തതൊന്നും മറ്റാർക്കും ഇല്ല എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ അവനെ ഇത് മാറ്റുന്നതിനിടയാക്കി. ഞാൻ പറയും, അതുമാത്രമല്ല, കർത്താവിന് കൃപയും കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അവൻ ഇതുപോലുള്ള തെറ്റുകളിൽ അകപ്പെടാതിരുന്നപ്പോഴേ ഒരു പക്ഷേ സ്വന്തം അമ്മയെക്കുറിച്ച് ചിന്തിച്ചാൽ, അമ്മയെക്കുറിച്ച് ധ്യാനിച്ചാൽ, അമ്മ വളർത്തിയ അമ്മയുടെ കഷ്ടപ്പാടുകൾ ഓർത്താൽ നമ്മളാരും ഇതുപോലുള്ള പാപങ്ങളിൽ അധികം വീഴില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റുകളിൽ അകപ്പെടുന്നവർക്ക് ഈ ഒരു കുടുംബത്തിൻ്റെ പാഠം അനുഭവമാകട്ടെ. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നുണ്ട്, ദൈവം നമ്മെ സർവ്വതാ നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് എപ്പോഴും ഓർമ്മിച്ചാൽ നാം ഒരിക്കലും പാപം ചെയ്യുകയില്ല. ഒരുപക്ഷെ അത് നമുക്ക് ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മുടെ സ്വന്തം അമ്മ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ നമ്മൾ കാണുന്ന തെറ്റ് അത് കണ്ടുകൊണ്ടിരിക്കുന്നു, കാണുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പിൻവലിയും. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 43-ാം തിരുവചനം, അവന് വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. അതെ, പാപം ചെയ്യുന്നവർക്ക് പാപമോചനത്തിനായി കുമ്പസാരം എന്ന കുദാശയുണ്ട്. ഒപ്പം പരിശ്രമം ആവശ്യമാണ്. ഒപ്പം മാതാപിതാക്കന്മാർ നല്ല ശ്രദ്ധ മക്കളുടെ കാര്യത്തിൽ കൊടുക്കണം. അങ്ങനെ വന്നാൽ ആ മക്കളെല്ലാം വിശുദ്ധരായിക്കൊള്ളും. തെറ്റിലകപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ആരെയും മാറ്റി നിർത്തരുത്. പക്ഷെ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. മുൻപ് പറഞ്ഞ ഉദാഹരണത്തിൽ അമ്മ മകനെ മാറ്റിയെടുത്തതുപോലെ പല അമ്മമാർക്കും ഓരോരോ കുറവുകളുള്ള മക്കളെ, അതൊരു പക്ഷേ ഏതെങ്കിലും കുറവുകളാകാം, മാറ്റിയെടുക്കുന്നതിനിടയാകുന്നത് ദിവ്യജ്ഞാനത്തിന്റെ ശക്തിയാണ്. അതിന് ഈ പ്രഘോഷണം, ഈ വചന സന്ദേശം കേൾക്കുന്ന ആകണം. അത് അനുഭവമായതുകൊണ്ട് ഞാൻ പങ്കുവെക്കുകയാണ്. അങ്ങനെ ഓരോ അനുഭവങ്ങളിലൂടെ ഓരോ മക്കളും വിശുദ്ധീകൃതരാകുമ്പോൾ ഈ ദിവ്യജ്ഞാന ശുശ്രൂഷ അത് ലോകത്തിന് നെറുകയിൽ എന്നും പ്രശോഭിക്കും. കാരണം ദൈവം തൻ്റെ മക്കളെ സ്നേഹിക്കുന്നു, ദൈവം തൻ്റെ മക്കളെ മാറ്റുന്നു, ദൈവം തൻ്റെ മക്കളെ വിശുദ്ധരായി സംരക്ഷിക്കുന്നു. നമ്മളുടെ പരിശ്രമം, നമ്മുടെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന, അവരുടെ മാതൃക ഒക്കെ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദം തേടാം. വിഷയങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് ഇതുപോലുള്ള ബന്ധങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും വിടുതലിനോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യമേ, ദിവ്യശോഭയാലെന്നുള്ളം തെളിയും ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ദിവ്യശോഭയാലെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ.
ദിവ്യകാരുണ്യനാഥ